മറ്റേ എന്താണ് ഇത് തന്നെ സന്തോഷ് പറഞ്ഞു. അപ്പോ അല്ല, ഇതില് നമ്മളിപ്പം എന്തായിരുന്നു അറിയേണ്ടത്? അങ്ങനെ ഡൗട്ടാണോ അതോ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ എഴുതിയിരുന്ന 3-4 ക്വസ്റ്റ്യൻ ഞാൻ വൈഫുമായിട്ട് ഞങ്ങൾ വായിച്ചിട്ട് എഴുതിയ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒന്ന്, ഈ കിഴിപ്പണം കളക്ട് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പൊ അത് എത്ര ദിവസം കൊണ്ടോ എത്ര മാസം കൊണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാന് കിഴിപ്പണം നമ്മള് കളക്ട് ചെയ്യാന്ന് വെച്ചാല് ഞാനിപ്പോ ഒന്ന് ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ആക്കി തരാം. അതെ, അത് ആ പേജ് ഒന്ന് നമുക്ക് റൺ ചെയ്താൽ മതി. ഓരോ പേജ് വെച്ച് ഫസ്റ്റ് പേജിൽ നമ്മൾ ഇതാണ്, സെക്കൻഡ് പേജിൽ ഇതാണ്. അപ്പം നമുക്ക് ആക്ഷൻ ചെയ്യേണ്ട പേജ് മാത്രം പറഞ്ഞാൽ മതി എന്നോട്. അപ്പൊ അത് ആ പേജിൽ ഞാൻ എഴുതിക്കൊള്ളാം. ഇത് പേജ് നമ്പർ ഇട്ടിട്ടില്ല. 13 ഈ സൈഡിലുണ്ടല്ലോ. സൈഡിലുണ്ട്. നമ്മൾ PDF തുറക്കുമ്പോൾ അത് പേജ് നമ്പർ ഓട്ടോമാറ്റിക്കലി സൈഡിലോ മേളിലോ വരും. വന്നിട്ടുണ്ട്. അപ്പൊ 13 വൃക്ഷപൂർവ്വത്തിലും അത് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഈ പ്രശ്നത്തിന്റെ രീതികൾ എഴുതുന്നതാണ്. 4-ാം പേജിലാണ് ആ ടേബിൾ വരച്ചിരിക്കുന്നത്, ഈ കളങ്ങളെ. അതിപ്പം ആ പ്രശ്നത്തിന്റെ ഘടകസ്ഥിതികളൊക്കെയാണ്. അപ്പൊ അതൊന്നും ഞാൻ നോക്കുന്നില്ല. അതായത് നമ്മൾ ബാക്കി സമയങ്ങളും അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 7-ാം നമ്പർ പേജിലും അങ്ങനെയൊക്കെ ഏതാണ്ടാണ്. 9-ലും ഈ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 9. 10-ലും കളങ്ങളുണ്ട് താഴെ. 11-ലും കുറച്ച് ഡേറ്റുകൾ, മലയാളം കലണ്ടർ വെച്ചുള്ള ഡേറ്റോ മറ്റാണെന്ന് തോന്നുന്നു. സാമാന്യ സൂത്രം അങ്ങനെയൊക്കെ ഉള്ളതാണ്. 12 സ്വർണ്ണാരൂഢ അതിന്റെ അവസ്ഥകളൊക്കെയാണ്. 13-ല് അതിന്റെ പ്രശ്നത്തിന്റെ രീതിയാണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ വിഷയമാണല്ലോ പറയേണ്ടത്. ഞാനൊന്ന് പറയാം. പിന്നെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഓക്കെ. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സന്തോഷ് ഇതായിരുന്നു. അതായത് കിഴിപ്പണം ഇപ്പൊ ഫാമിലിയിൽ മെയിൻ 4 സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതിൽ നിന്ന് എന്റെ മമ്മിയാണ് ഇപ്പൊ ഇല്ലാത്തത്. ബാക്കി 3 സിസ്റ്റേഴ്സിന്റെ ഫാമിലി ഉണ്ട് മെയിൻ ആയിട്ട്. അപ്പം ഈ കിഴിപ്പണം എന്ന് പറയുന്നത് ഈ 3 പേര് തമ്മിൽ കളക്ട് ചെയ്യണോ, എത്ര മാസം ഡേയ്സിനുള്ളിൽ കളക്ട് ചെയ്യണം, പിന്നെ ഈ അമ്പലത്തിൽ പോകുന്ന കാര്യത്തിൽ അമ്പലത്തിൽ പോകുന്നത് എത്ര പേരായിട്ട് പോകണം, അല്ലെങ്കിൽ ഏത് ടൈമിൽ പോകണം, അല്ലെങ്കിൽ ആരൊക്കെ കൂടി പോകണം, ഇങ്ങനെ വല്ല നമ്പേഴ്സ് ഉണ്ടോ? അങ്ങനെ പലരും പല സ്ഥലത്തായിട്ട് പോയാൽ മതിയോ? കൺവീനിയൻസ് അനുസരിച്ച്. ഇപ്പം ഞാനിപ്പം കോഴിക്കോടാണ്, അതിനടുത്തുള്ള അമ്പലങ്ങളിൽ ഞാൻ പോയിട്ട് പിന്നെ ബാക്കി എറണാകുളത്തിനടുത്തുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ എൻ്റെ ചെറായിലെ കുഞ്ഞമ്മയുടെ മക്കളോ അവരൊക്കെ പോയാൽ, ട്രിവാൻഡ്രത്ത് ഏറ്റവും ചെറിയ കുഞ്ഞമ്മയുടെ അവരുടെ ഫാമിലി ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പം അതിനടുത്ത് ചെമ്പഴന്തിയിലൊക്കെ പോകണമെങ്കിൽ അവർ അങ്ങനെ പോയാൽ മതിയോ? ഞാനൊന്നും നോക്കിയോട്ടെ. ഇത് ഹോൾഡ് ചെയ്യണോ അതോ തിരിച്ചു വിളിക്കണോ? വേണ്ട, ഹോൾഡ് ചെയ്തു. നമ്മള് 19-ാമത്തെ പേജ് 19. ഓ ശരി. അതിൻ്റെ അകത്ത് കുറച്ച് മേളിലത്തെ പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെ 20. പ്രതിവിധി എന്ന് എഴുതിയിരിക്കുന്നു.
പ്രായച്ചിത്തങ്ങൾ ആ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇത് പ്രതിവിധി പ്രായച്ചിത്തങ്ങളാണ്. ആ ആ അപ്പം ഈ സാഹചര്യം അനുകൂലമാകുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തില് അവിടെയാണ് നമ്മൾ ഈ പിടിപ്പണം ഒക്കെ സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതെങ്ങനെയാണ് പറഞ്ഞത്? അത് ശ്രീ ഗുരുവായൂരപ്പന് 5 കദളിപ്പഴം, ഓക്കെ. ഒരു പിടിപ്പണം എന്ന് പറയുന്നത് സമർപ്പിക്കുന്ന, ഇപ്പൊ നമ്മള് ഈ പ്രശ്നം വെച്ച ആളുണ്ടല്ലോ, ഒരാളുടെ പേരിലാണല്ലോ പ്രശ്നം വെച്ചിട്ടുള്ളത്. മറ്റേ എല്ലാം ചെയ്തത് ISRലുള്ള പുള്ളിയുടെ കാര്യമാണ് പറയുന്നത്. അല്ല, നമ്മള് കുടുംബത്തിലെ ഒരു പ്രധാന കാരണവരുടെ പേരിലല്ലേ പ്രശ്നം വെച്ചത്? അതെ, വാസമ്മ കുഞ്ഞമ്മ, അതായത് ചെറായിലുള്ള വല്യമ്മ, കുഞ്ഞമ്മ, എന്റെ കുഞ്ഞമ്മ. ആ കുഞ്ഞമ്മയ്ക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അതായത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ മറവി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ആവുമ്പോ ഈ ഒരു പിടിപ്പണം എന്ന് പറയുന്നത് ഈ ഒരു പിടിപ്പണം ഇവകൾ കയ്യിലെടുത്ത് സർവാപരാധം പ്രാർത്ഥിച്ച് നാമം ജപിച്ച് പ്രായച്ചിത്തം ചെയ്ത് എല്ലാം അകത്ത് തിരുനടയിൽ സമർപ്പിച്ച് പുറത്ത് കൊടിമര ചുവട്ടിൽ നമസ്കരിച്ച് 2 ലിറ്റർ പഞ്ചസാര പായസം, തിരുമുടിമാല, തൃക്കൈവെണ്ണ, പഴം, പഞ്ചസാര, നെയ്വിളക്ക് ഇവകൾ വഴിപാടുകൾ ചെയ്ത് ഭഗവതിക്ക് അഴൽ നിവേദ്യം, ഭണ്ഡാര സമർപ്പണം, മമ്മിയൂര് ശിവന് വിളക്കുമാല, ധാര, വെള്ളം നിവേദ്യം, ഭണ്ഡാര സമർപ്പണം എന്നിവ ചെയ്യണം. മൊത്തം ഒന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാല്ല. തിരുവാർപ്പ് കൃഷ്ണന് 5 കദളിപ്പഴം, ഒരു പിടിപ്പണം ഇവകൾ കയ്യിലെടുത്ത് സർവാപരാധം പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് എല്ലാം തിരുനടയിൽ സമർപ്പിച്ച് നമസ്കരിച്ച് വൽപ്പായസം നിവേദ്യം. ഇപ്പൊ അതിലെ പിടിപ്പണമാണല്ലോ സംശയം. അതായത് പിടിപ്പണം, അതായത് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്തല്ല, നമുക്ക് ആരാ ചെയ്യേണ്ടത്, അങ്ങനെ എത്ര പേര് പോണമെന്ന് അതും കൂടിയാണ്. ശരിക്കും നമ്മള് ഈ ഇതൊക്കെ ചെയ്യേണ്ടതിന്റെ സർവാധികാരി, ഏറ്റവും അധികാരി എന്ന് പറയുന്നത് നമ്മൾ ആരുടെ പേരിലാണോ പ്രശ്നം വെച്ചത് ആ ആളാണ് ഇതിന്റെ എല്ലാം അധികാരി, ചെയ്യേണ്ട ആള്. ആ ആളിന് എന്തെങ്കിലും അസൗകര്യം, പോകാൻ പറ്റാത്ത അവസ്ഥയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ ആ ആളിന്റെ നോമിനി, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാം. നിർദ്ദേശിക്കുന്ന വെച്ചാൽ മക്കള് തന്നെ വേണോ അതോ മക്കളല്ലേലും കുഴപ്പമില്ലേ? അതിന്റെ സഹോദരങ്ങൾ, ഇപ്പൊ ഈ കാരണവ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ലെങ്കിൽ തൊട്ടടുത്ത കാരണവ സ്ഥാനം ആർക്ക് വരുമോ അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 കുഞ്ഞമ്മമാരുണ്ട്. 2 കുഞ്ഞമ്മമാരുണ്ടാവുമ്പോ ഒരു കുഞ്ഞമ്മയ്ക്ക് പറ്റത്തില്ലെങ്കിൽ അടുത്ത കുഞ്ഞമ്മേനെ ഏൽപ്പിക്കാം. ശരി. അപ്പൊ ആ കുഞ്ഞമ്മയ്ക്ക് പോവാനൊക്കെ പറ്റുമല്ലോ. അതെ. അങ്ങനെ അടുത്ത കാരണവ സ്ഥാനം ആർക്കാണോ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഇല്ലെങ്കിൽ മക്കളെ ഏൽപ്പിക്കാം, അതിന് കുഴപ്പമില്ല. ശരി. അപ്പൊ ക്ലിയർ ആയി. അങ്ങനെ ഏൽപ്പിച്ചിട്ട് ആ ഒരാള് ഗുരുവായൂരപ്പന്റെ നടയിലെ വഴിപാട് കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ഗുരുവായൂരപ്പന് 5 കദളിപ്പഴം സമർപ്പിക്കണം, ഒരു പിടിപ്പണം. ഈ ആള് ഒരു പിടിപ്പണവും 5 കദളിപ്പഴവും കയ്യിലെടുത്ത്, അപ്പൊ ഈ ആരെയാണോ ഏൽപ്പിക്കുന്നത് ആ ആള് കൈകൊണ്ട് ഒരു പിടി പണം വാരിയെടുക്കുക. കുറെ നാണയം വെച്ചിട്ട് അതിൽ നിന്ന് ഒരു പിടി പണം വാരിയെടുക്കുക. മനസ്സിലായി. 5 കദളിപ്പഴവും കൂടി കയ്യിലെടുത്ത് സർവാപരാധം പ്രാർത്ഥിച്ച്, അതായത് നമ്മളാലോ നമ്മുടെ കുടുംബക്കാരാലോ പരമ്പരകളാലോ ഒക്കെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയ്ക്കാണ് സർവാപരാധം പ്രാർത്ഥിക്കുക എന്ന് പറയുക. അങ്ങനെ പ്രാർത്ഥിച്ച് നാമം ജപിച്ച്, ഭഗവാന്റെ നാമം ജപിച്ച് എല്ലാം അകത്ത് തിരുനടയിൽ സമർപ്പിച്ച്, അതായത് ശ്രീകോവിലിന്റെ നടയില് 5 കദളിപ്പഴവും പിടിപ്പണവും എല്ലാം കൂടി വെക്കുക, സമർപ്പിക്കുക. എന്നിട്ട് പുറത്ത് കൊടിമര ചുവട്ടിൽ നമസ്കരിക്കണം.
ഉം. എന്നിട്ട് വഴിപാട് 2 ലിറ്റർ പഞ്ചസാര പായസം, തിരുമുടിമാല, തൃക്കൈവെണ്ണ, പഴം പഞ്ചസാര, നെയ്വിളക്ക് ഇവകൾ വഴിപാടുകൾ ചെയ്യുക. അത് വഴിപാട് നമ്മൾ അവിടെ എഴുതിക്കുക എന്നുള്ളതാണ്. ഉം. തലേന്നാണോ? അല്ല, അത് നമ്മൾ അന്ന് അവിടെ ചെല്ലുമ്പോ ആദ്യം റെസിപ്റ്റ് എടുക്കാം. ആ പഞ്ചസാര പായസത്തിനും തിരുവടിമാലയ്ക്കും നിങ്ങൾ തലേന്ന് ചെല്ലുകയാണെങ്കിൽ തലേന്ന് റെസിപ്റ്റ് എടുത്താൽ പായസമൊക്കെ പിറ്റേ ദിവസം കിട്ടും. ഞാനതാ നെക്സ്റ്റ് ചോദിക്കാൻ വന്നത്. കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പൊ നമുക്ക് ഒരു ദിവസം മുമ്പേ പോയിട്ട് ഇങ്ങനെ റെസീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾ തലേ ദിവസമേ രസീത് എടുക്കാനുള്ളതൊക്കെ എഴുതണം. ഓ, റെസിപ്റ്റ് എടുക്കാനുള്ളതൊക്കെ തലേ ദിവസം തന്നെ എടുക്കണം, പിറ്റേ ദിവസത്തേക്ക്. എന്നിട്ട് പിറ്റേ ദിവസം കദളിപ്പഴവും പിടിപ്പണവും പ്രാർത്ഥിച്ചു വെച്ച് സർവാപരാധമൊക്കെ പ്രാർത്ഥിച്ചു വെച്ചതിന് ശേഷം റെസിപ്റ്റിന് പ്രകാരം വഴിപാടുകൾ കിട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ, പായസമൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോരാം. അപ്പൊ സൗകര്യമാവും. ശരി ശരി, മനസ്സിലായി. പിന്നെ ഇതിന്റെ അകത്ത് എത്ര മമ്മിയൂരും ഭഗവതിക്കും അതും കൂടി ഉണ്ടല്ലോ. പിന്നെ മമ്മിയൂര് ശിവന് വിളക്ക്, മാല, ധാര, വെള്ള നിവേദ്യം, ഭണ്ഡാര സമർപ്പണം, ഇതാണ്. അതെന്താണെന്ന് പറയാം. മമ്മിയൂര് വിളക്ക്, മാല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ റെസിപ്റ്റ് എവിടെ കിട്ടും? അതൊക്കെ തലേ ദിവസം എടുക്കണം മമ്മിയൂര്. കാരണം ധാര നടത്തണമെങ്കിൽ തലേ ദിവസം റെസിപ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ മമ്മിയൂരും തലേ ദിവസം തന്നെ റെസിപ്റ്റ് എടുക്കണം. അപ്പൊ പിറ്റേ ദിവസം ആ വെള്ള നിവേദ്യമൊക്കെ നമുക്ക് കിട്ടും. ഭണ്ഡാര സമർപ്പണം, ഭണ്ഡാരത്തിൽ നമ്മള് നേർച്ച സമർപ്പിക്കുക എന്നുള്ളതാണ്. പൈസയെ ശരി ശരി, നമുക്ക് ഇഷ്ടമുള്ള നാണയങ്ങളോ ഒക്കെ ആയിട്ട് ഭണ്ഡാരത്തില് ഇടുക എന്നുള്ളതാണ്. ഭഗവതിക്കോ? ഇനി അവിടെ ഭഗവതിക്ക് അഴൽ നിവേദ്യം, ഭണ്ഡാര സമർപ്പണം. ഭഗവതിക്ക് അഴൽ നിവേദ്യം എന്ന് പറയുമ്പോ അതും തലേ ദിവസം തന്നെ എടുക്കണം. അതിപ്പം ഈ തിരക്കില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കിട്ടും, ഉണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ അവരൊരു ഡേറ്റ് പറയും. ഭഗവതി അത് ഗുരുവായൂർ തന്നെയാണോ? അത് ഗുരുവായൂർ തന്നെ. ഈ മമ്മിയൂരും ഗുരുവായൂർ മെയിനും പിന്നെ ഭഗവതിയുടെ എല്ലാം അവിടെ തന്നെയാണ്. അതെ അതെ, അതെല്ലാം ഗുരുവായൂർ തന്നെയാണ്. ഗുരുവായൂര് ഭഗവതി നടയില് അഴൽ നിവേദ്യം, ഭണ്ഡാര സമർപ്പണം. ഭണ്ഡാര സമർപ്പണം അവിടെയും ഭണ്ഡാരത്തിൽ നമ്മള് പൈസ എന്തെങ്കിലും ഇടുക എന്നുള്ളതാണ് ഭണ്ഡാര സമർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നു. ഇത്രയും ക്ലിയർ ആയോ? അതെ, ക്ലിയർ ആയി. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര പേര് കൂട്ടത്തിൽ പോകണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മളിപ്പം ക്ഷണിക്കാൻ പോകുമ്പോ 2 പേര് 4 പേര് അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഇതിന് നമുക്ക് ഇപ്പൊ നമ്മുടെ വിഷയങ്ങളല്ലേ, നമ്മുടെ കാരണവസ്ഥാനത്തുള്ള ആളുകൾക്കോ അവരുടെ മക്കൾക്കോ ഒക്കെ പോകാൻ പറ്റുന്നവർക്കോ ഒക്കെ പോകാം. അല്ലാതെ നമ്മളിത് പോയി എണ്ണം ഇല്ല, അങ്ങനെ ആൾക്കാർക്ക് എല്ലാവർക്കും ചേർന്ന് പോണെങ്കിൽ അങ്ങനെ പോവാം. കാരണം നല്ലതല്ലേ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വഴിപാട് നടത്താനല്ലേ. അപ്പൊ നമ്മള് പറ്റുന്ന ആളുകൾക്ക് പോവുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. എന്നാലും ഈ പ്രധാനപ്പെട്ട ആള് വേണം. കാരണസ്ഥാനത്തുള്ള ആളോ അദ്ദേഹം നിയോഗിക്കുന്ന മറ്റൊരാളോ എന്തായാലും വേണം. അദ്ദേഹത്തിനോടൊപ്പം മറ്റുള്ളവർക്കൊക്കെ പറ്റുന്നവർക്കൊക്കെ പോവാം. നിയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് അങ്ങനെ പുള്ളി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇപ്പം ഈ എന്റെ കുഞ്ഞമ്മയുടെ പേര് വാസമ്മ കുഞ്ഞമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. മറ്റേ ഏറ്റവും ഇളയത് ഉഷാ കുഞ്ഞമ്മ. അപ്പം ഉഷാ കുഞ്ഞമ്മ അങ്ങനെ പറയുന്ന എനിക്ക് വരാൻ പോകാൻ അസൗകര്യം ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ഉഷാ കുഞ്ഞമ്മ എല്ലാ കാര്യങ്ങളും പോയി ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിക്കും. അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും ഏൽപ്പിക്കാം. ശരി ശരി ശരി. പിന്നെ തിരുവാർപ്പ് അമ്പലത്തിൽ രണ്ടാമത്തത് അതൊന്ന് പറയാം. തിരുവാർപ്പ് കൃഷ്ണന് 5 കദളിപ്പഴം, 1 പിടിപ്പണം.
ഇവകൾ കയ്യിലെടുത്ത് സർവാപരാധം പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് എല്ലാം തിരുനടയിൽ സമർപ്പിച്ച് നമസ്കരിച്ച് പാൽപായസം നിവേദ്യം ചെയ്ത് തുളസിമാല നെയ്വിളക്ക് ഇവകൾ വഴിപാടുകൾ ചെയ്ത് മേലിൽ വാർഷികമായി സർപ്പപൂജയ്ക്ക് മുമ്പായി ഭഗവാന് വഴിപാടുകൾ ചെയ്ത് കദളിപ്പഴം തിരുനടയിൽ സമർപ്പിച്ച് പോരണം. പൂർവാചാരങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നതും നിലനിർത്താൻ ശ്രമിക്കണം. ഇത്രയാണ് തിരുവാർപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം പറഞ്ഞുതരാം. അതും നമ്മള് കദളിപ്പഴം 5 കദളിപ്പഴം, ഒരു പിടിപ്പണം മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഏർപ്പെടുത്തുന്ന വ്യക്തിയുടെ, ഇപ്പൊ ഉഷാ കുഞ്ഞമ്മയാണ് ഏർപ്പെടുത്തുന്നെങ്കിൽ ഉഷാ കുഞ്ഞമ്മയുടെ കൈകൊണ്ട് മുൻപേ ചെയ്തതുപോലെ തന്നെ ഒരു പിടിപ്പണവും കദളിപ്പഴവും കയ്യിലെടുത്ത് അവിടെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നമ്മളാലോ നമ്മുടെ പരമ്പരകളാലോ ഒക്കെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് എല്ലാം തിരുനടയിൽ വെക്കും. എന്നിട്ട് നമസ്കരിക്കാം. അതെ, സ്ത്രീകളാകുമ്പോ മുട്ടുകുത്തി നമസ്കരിക്കുക, പുരുഷന്മാരാകുമ്പോ സാഷ്ടാംഗം നമസ്കരിക്കാം. ഈ മമ്മിയൂരും ഗുരുവായൂരും പറഞ്ഞത് അത് ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ടതാണ്. അതെ, തിരുവാർപ്പില് അങ്ങനെയല്ല. തിരുവാർപ്പില് പിന്നെ നമ്മൾ പാൽപായസം എല്ലാം റെസിപ്റ്റ് എടുത്താൽ മതിയല്ലോ. തുളസിമാലയ്ക്ക് റെസിപ്റ്റ് എടുത്തിട്ട് ഇത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ തിരുവാർപ്പില് എല്ലാ വാർഷിക വേളയിലും, അതായത് നമ്മുടെ കുടുംബത്തിലെ വാർഷികാചരണം ഉണ്ടല്ലോ, എല്ലാ വർഷവും ആചരണം വരും. ആ എല്ലാ വർഷവും തിരുവാർപ്പില് ഇത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാര് മുമ്പ് എന്തെങ്കിലും ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ തിരുവാർപ്പിലേ അതും ചെയ്യണം. മുമ്പേ നമ്മുടെ കാരണവന്മാരോ ഒക്കെ ആയിട്ട് ഇവിടെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴിപാടുകളൊക്കെ മുൻപേ ചെയ്തിരുന്നതുണ്ടെങ്കിൽ അതും ചെയ്യണം. എല്ലാ വാർഷികത്തിലും ചെയ്യണം. അതായത് ആയില്യ പൂജയ്ക്ക് മുമ്പായിട്ട്. അതെ അതെ അതെ. തിരുവാർപ്പിലാണ് അങ്ങനെ ചെയ്യണം. അതിലവിടെ വാർഷികത്തിന് മുമ്പെന്ന് എഴുതിയിട്ടുണ്ട്. മേലിൽ വാർഷികമായി സർപ്പപൂജയ്ക്ക് മുമ്പായി ഭഗവാന് വഴിപാടുകൾ ചെയ്ത് കദളിപ്പഴം തിരുനടയിൽ സമർപ്പിച്ച് പോരണമെന്ന് എഴുതിയിട്ടുണ്ട്. കൃഷ്ണന്റെ വഴിപാടിന്റെ കൂടെ. ഗുരുവായൂരുള്ളതിന് അങ്ങനെയില്ല. മനസ്സിലായി. അപ്പൊ ഇനി മൂന്നാമത്തിലോട്ട് കിടക്കാം. മൂന്നാമത്തിലേക്ക് കിടക്കാം. അതെ. കൊച്ചമ്പലത്തില് ശർക്കരയും പിടിപ്പണവും കയ്യിലെടുത്ത് പ്രദക്ഷിണം ചെയ്ത് എല്ലാം തിരുനടയിൽ സമർപ്പിച്ച് നമസ്കരിച്ച് അവിടെ മാല, നെയ്വിളക്ക്, കടുംപായസം ഈ വഴിപാടുകൾ ചെയ്ത് സർവാപരാധം പ്രാർത്ഥിക്കണം. വാർഷികമായി ആചരിക്കണം. അപ്പൊ കൊച്ചമ്പലത്തിൽ, തിരുവാർപ്പിന്റെ തന്നെയാണ് കൊച്ചമ്പലം. അപ്പൊ അവിടെയും ഈ ശർക്കരയും പിടിപ്പണവും കയ്യിലെടുത്ത് മുൻപേ പോലെ തന്നെ പ്രദക്ഷിണം ചെയ്ത് നമ്മള് സർവാപരാധം പ്രാർത്ഥിക്കണം. ഗുരുവായൂരും തിരുവാർപ്പിലും ചെയ്തതുപോലെ തന്നെ കൊച്ചമ്പലത്തിലും ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. അവിടെയും നമസ്കരിക്കണം. അതിനുശേഷം അവിടെ മാല, നെയ്വിളക്ക്, കടുംപായസം വഴിപാടുകള് ഇതും വാർഷികമായിട്ട് ആചരിക്കണം. എല്ലാ വർഷവും രാവിലെ പൂജയ്ക്ക് മുമ്പായിട്ട് ഇതും ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ ഈ കിഴിപ്പണ്ണ ഇപ്പൊ മൂന്നുറ സ്ഥലത്തെ ആയല്ലോ. അപ്പൊ കിഴിപ്പണ്ണത്തിന്റെ ആ പാട്ട് കഴിഞ്ഞു. പിടിപ്പണം അതായത് ഗുരുവായൂർ ഒന്നായി, തിരുവാർപ്പമ്പലത്തിൽ ഒന്നായി, കൊച്ചമ്പലത്തിൽ ഒന്നായി. പക്ഷെ കൊച്ചമ്പലത്തിലും തിരുവാർപ്പമ്പലത്തിലും ഇത് എല്ലാ കൊല്ലവും ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇപ്പൊ ഈ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്ന മൂന്ന് പിടിപ്പണം അല്ലെ? പിടിപ്പണം എന്ന് പറയുന്നത് അത് ഈ രണ്ട് സ്ഥലത്ത് എല്ലാ ഇയർലി ചെയ്യണം. ഗുരുവായൂർ ഇപ്പം നമ്മൾ 1 ടൈം ചെയ്യണം അല്ലെ? ശരി, ക്ലിയർ ആയി. അപ്പൊ ഇനി നാലാമത്തത് കിളിരൂർ. കിളിരൂർ കുന്നുമ്മേൽ
ക്ഷേത്രത്തില് വഴിപാടുകൾ വേണം. വഴിപാടുകൾ വേണമെന്ന് എഴുതിയിട്ടുള്ളൂ. കാരണം അവിടെ നമ്മള് വഴിപാടുകൾ വേണം എന്ന് എഴുതുമ്പോൾ പായസം ഉണ്ടാവണം. പിന്നെ നമുക്ക് അവിടെ ഇഷ്ടമുള്ള വഴിപാടുകൾ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്യാം. അർച്ചനയോ മാലയോ ഒക്കെ നമുക്ക് ചെയ്യാം. പായസം എന്തായാലും വേണം. ഓക്കെ ഓക്കെ. ഇത് കിളിരൂർ എന്ന് പറയുന്നത് നമ്മളെ തിരുവാർപ്പിന് അടുത്തുള്ള തൊട്ട സ്ഥലമല്ലാണല്ലോ അല്ലേ? തിരൂർ, അതെ, കുന്നുമേൽ ക്ഷേത്രം. ഓക്കെ ഓക്കെ. എനിക്ക് ഒരു ചെറിയ ഡൗട്ട് വന്നത് എന്താന്ന് വെച്ചാല്, ഈ കിളിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ട്രാവൻകൂട്. ഞാൻ ഇന്നലെ ഓൺലൈൻ നോക്കുമ്പോഴേ, അപ്പൊ കിളിയൂർ എന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഈ ഭഗവതിയുടെ കിളിരൂരാണല്ലോ ആ സ്ഥലമേ. അതെ 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 അതെ. ഞാൻ ഡൗട്ട് ജസ്റ്റ് ഇന്നലെ കണ്ടപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി. പക്ഷെ പിന്നെ വൈഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെ ഇത് കിളിരൂരൻ തന്നെ എഴുതിയിരുന്നെന്നുള്ളത്. അപ്പൊ ഇതും ഇയർലി ആണ്, എല്ലാ ഇയറും ചെയ്യേണ്ടതാണ്. ഇത് ഇയർലി ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, ശരി ശരി. അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ അപ്പൊ നമുക്ക് അഞ്ചാമത്തേലോട്ട് ചെമ്പഴന്തി ഗുരുദേവ ക്ഷേത്രത്തില് സർവാപരാധം പ്രാർത്ഥിച്ച് നമസ്കരിക്കണം. അവിടുത്തെ പ്രധാന വഴിപാടുകൾ ചെയ്യണം. അവിടെ ചെമ്പഴന്തിയിലും നമ്മള് ഗുരുദേവ ക്ഷേത്രത്തില് സർവാപരാധം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയും ഒരു പിടിപ്പണം വെച്ചിട്ട് ചെയ്യുന്നതും നല്ലതാണ്. പിടിപ്പണം വെച്ചില്ലെങ്കിലും സർവാപരാധം പ്രാർത്ഥിച്ച് നമസ്കരിക്കണം എന്നുള്ളത് ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ പ്രധാന വഴിപാട് ചോദിച്ചറിഞ്ഞ് അത് ചെയ്യണം. അത് അവിടെ നിന്നിട്ട് പ്രധാനമായിട്ട് അവിടെ എന്താണ് വഴിപാട് ഗുരുവെങ്കിലുള്ളത് എന്ന് ചോദിച്ചറിഞ്ഞ് അത് ചെയ്യും. റെസിപ്റ്റ് ആക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യണം. പിന്നെ ഇതും വൺ ടൈം ചെയ്യണമെന്നാണ്. വൺ ടൈം. അവിടെ കാർഷികം വേണമെന്ന് എഴുതിയിട്ടില്ല. അപ്പൊ ഇനി ആറാമത്തെ, അതായത് തൃശ്ശൂർ. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തില്, അതായത് നടുവില് മഠം. അപ്പോ അവിടെ ഒരു വച്ച് നമസ്കാരം നടത്തണം. സാധിച്ചാൽ ഒരു ഭിക്ഷയും വേണം. അപ്പോ വെച്ച് നടക്കുന്നതും ഇതെന്ന് പറഞ്ഞാൽ എന്താണത്? വെച്ച് നമസ്കാരം എന്ന് പറയുന്ന ഒരു വഴിപാട് അവിടെയുണ്ട്. അത് അവിടെ ചെല്ലുമ്പോ അവര് പറഞ്ഞു തരും. നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ വെക്കും. വെച്ച് നമസ്കരിക്കാന്നുള്ള അതൊരു വഴിപാടാണ്. അത് അവിടെ ചെല്ലുമ്പോ അവര് പറഞ്ഞു തരും വെച്ച് നമസ്കാരം എന്താണെന്ന്. നമ്മൾ അതുപോലെ അത് ചെയ്താൽ മതി. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തില് അത് നടുവിൽ മഠമാണ്. നടുവിൽ മഠം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നമസ്കാരം നടത്തണം. ഇത് തൃശ്ശൂർ. സാധിച്ചാൽ ഒരു ഭിക്ഷയും വേണം. ഭിക്ഷ എന്ന് പറഞ്ഞാൽ അവര് എന്തേലും ഭിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താല് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരിക്കും. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ നമ്പറിൽ വിളിച്ചാല് അവര് പറഞ്ഞു തരും. ഇത് അന്നേരം രാവിലെ പോയി ചെയ്യാൻ പറ്റിയതാണോ, അതോ തലേന്ന് പോയി നമ്മള് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അത് വിളിച്ചിട്ട് അതിനുള്ള ഒരു സൗകര്യം ഉള്ള ഒരു ഡേറ്റ് പറയും. അപ്പൊ അവിടെ ഒരു പ്രവീൺ നമ്പൂതിരിയുടെ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോ അവര് പറയുന്ന ആ സമയത്തങ്ങ് ചെന്നാ മതി. ഈ വിവരങ്ങള് പറഞ്ഞു കൊടുക്കുകയോ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ നമ്പറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അന്നേരം അവരത് പറയും എങ്ങനെയാ വേണ്ടെന്നുള്ളത്. ശരി. അപ്പൊ ശരി, 6 ആയി. നമുക്ക് 6 ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. ഗുരുവായൂർ വൺ ടൈം ആയി. ഇത് തിരുവാർപ്പ് എവറി ഇയർ ആയി. കൊച്ചമ്പലം എവറി ഇയർ ഉണ്ട്. മറ്റേ 4-മത്തത് ഏതാ, കിളിരൂര്, അതും വൺ ടൈം ആണ്. ഓക്കെ. ബാക്കി 5ഉം 6ഉം വൺ ടൈം ആണ്. വൺ ഡേ ആണ്. പിന്നെ മറ്റേ 7-മത്തെ അത് നമ്മുടെ അകത്തെ അറയിലെ ആചാര വ്യവസ്ഥയും പുറത്തെ പാരമ്പര്യ കളരി ദേവതകളുടെ ആചരണവും പുറം
പുറനടയപ്പൂപ്പന് പാരമ്പര്യ പിതൃക്കളുടെ ആചരണവും സർപ്പങ്ങളുടെ ആചരണവും ബന്ധപ്പെട്ട രക്ഷസ് യക്ഷി ഇവരുടെ ആചരണങ്ങളും കൂട്ടായി ചെയ്യുവാൻ ശ്രമിക്കുകയും ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ സംരക്ഷിക്കാനും ആചരിക്കുവാനും ഒരു പൊതുവ്യവസ്ഥ ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. ആയതിന് ശ്രമിക്കണം. ഇന്നത്തെ അറയിൽ ബന്ധപ്പെട്ട ഭാഗങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ നാരായ വേരാണ് എന്ന് കരുതണം. അത്രയും എന്താണെന്ന് വെച്ചാല് അത് നമ്മുടെ വീട്ടിലെ കാര്യമാണ്, നമ്മുടെ പ്രശ്നം വെച്ച നമ്മുടെ അറയിലെ കാര്യമാണ്. അറയിലെ ആചാര വ്യവസ്ഥയും പുറത്തെ പാരമ്പര്യ കളരി ദേവതകളുടെ ആചരണവും. ഇപ്പൊ നമുക്ക് ഈ ചാർത്തിലിനി അറയിൽ ആചരിക്കേണ്ട വ്യവസ്ഥ പ്രത്യേകം ഉണ്ട്. ഈ കളരി ദേവതകളൊക്കെ ഇനി വരുന്നത് കളരി ദേവതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആചരണങ്ങൾ പുറത്താണ് ചെയ്യുന്നത്, ഈ അറയിലല്ല വെളിയിലാണ് ചെയ്യുന്നത്. അതൊക്കെ അങ്ങനെ ചെയ്യണം. പുറന്നട അപ്പൂപ്പനും പാരമ്പര്യ പിതൃക്കളുടെ ആചരണവും സർപ്പങ്ങളുടെ ആചരണവും ബന്ധപ്പെട്ട രക്ഷശേഷി ഇവരുടെ ആചരണങ്ങളും കൂട്ടായി ചെയ്യുവാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ വാർഷിക വേളയിൽ നമ്മള് ഇതിന്റെ സർപ്പങ്ങളുടെയൊക്കെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്നത് പോലെ ആചരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ആ പ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം വാർഷിക സമയത്തുള്ള ആചരണമാണ്. അത് പിന്നെ തന്ത്രി പറഞ്ഞു തരും നമുക്ക്. തന്ത്രിക്ക് വായിച്ച് മനസ്സിലാക്കാനാണ് ഇതൊക്കെ നമ്മൾ എഴുതുന്നത്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ ആചരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് ചെയ്യിപ്പിച്ചു തരും. ഇതൊക്കെ എല്ലാ കൊല്ലവും ചെയ്യേണ്ടതാണ് നമ്മുടെ വീട്ടില്. അതെ, അത് പിന്നെ തുടർന്ന് പോകുന്നതാണ് എല്ലാ വർഷവും. അതെ. ഓക്കെ, അപ്പം കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇനി പുനഃസ്ഥാപന ഓക്കെ 8ാം നമ്പർ ഉണ്ട്. സോറി. അതെ 7 ഇങ്ങനെയാണ്. 8 ഈ തന്ത്രശാസ്ത്ര വിധി പ്രകാരം സ്ഥലത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗമായി യുക്തമായ സ്ഥാനത്ത് കിഴക്ക് ദർശനമായ ഒരു തറ തീർത്ത് ശിലാബിംബത്തിൽ നാഗരാജാവ്, നാഗയക്ഷി, നല്ല വെട്ടുകല്ല് തീർത്ത ചിത്രകൂടത്തിൽ അഖില സർപ്പങ്ങളെയും അതുപോലെ തന്നെ നല്ല സ്ഥാനങ്ങളിൽ നിന്ന് ബാലാലയത്തിൽ, എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ബാലാലയത്തിൽ നിന്നും കൂടി സങ്കല്പിച്ച് ആവാഹിച്ച് കുടിയിരുത്തി ഉത്തമ സ്വഭാവത്തിൽ ആചരിച്ച് പോരണം. അപ്പോ സർപ്പങ്ങളുടെ വിഷയമാണ് പറയുന്നത്. അത് തന്ത്രി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ തന്ത്രശാസ്ത്ര വിധി പ്രകാരം അപ്പോ ആദ്യം നമ്മൾ കണക്ക് അറിയാവുന്ന, കണക്കെടുക്കാനുള്ള ഒരാളെ കൊണ്ടുവന്ന് കാണിക്കണം. സ്ഥപതി എന്ന് പറയും. അതായത് മേളിലൊരു നമ്പർ തന്നിട്ടുണ്ട്. അത് വാസ്തുശാസ്ത്രം അല്ലേ? അത് വെട്ടുകല്ല് ചിത്രകൂടം ഇത് കിട്ടുന്ന ആളുടെ നമ്പറാണ്. കോഴിക്കോട്. അതെ, പുള്ളിയെ നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരണോ അതോ നമ്മള്? അത് ആ ആളല്ല, അത് ഈ വെട്ടുകല്ല് ചിത്രകൂടമൊക്കെ, വെട്ടുകല്ല് കൊണ്ടുള്ള ചിത്രകൂടം മേടിക്കാനായിട്ട് അത് ഉണ്ടാക്കി തരുന്ന ആളാണ്. അപ്പൊ നമ്മൾ അവിടെ പോയി മേടിച്ചാ മതിയോ? ഈ നമ്പറിൽ മേടിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടുകല്ല് കൊണ്ടുള്ള ചിത്രകൂടം ഒരെണ്ണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് ഉണ്ടാക്കിയും അതനുസരിച്ച് നമ്മള് ഈ പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് അത് മേടിച്ചുകൊണ്ട് വരണം. അല്ല, ഇപ്പം പറഞ്ഞല്ലോ, അതായത് മെഷർമെന്റിന്റെ കാര്യം, അതായത് വാസ്തു റിലേറ്റഡ്, അതും ഇതും വേറെയാണല്ലേ? ഇത് വേറെ, അത് വേറെ. അപ്പം ഈ അളവുകളൊക്കെ ഈ ക്ഷേത്രത്തിന്റെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ ബന്ധപ്പെടണം. അത് ഈ ഡോക്യുമെന്റിനകത്തില്ല. ആളുടെ ഞാൻ അവസാനം നോക്കട്ടെ, എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. എഴുതിയിട്ടില്ല. അതൊരാളുടെ പേരും നമ്പറുകളൊന്നും മൊത്തം നോക്കിയോട്ടെ.
ഉം. കണക്കറിയാവുന്ന ഒരാളെ നമ്മൾ വിളിക്കുക. അത് വേണമെങ്കിൽ ഞാൻ ഒരാളെ ബന്ധപ്പെടുത്തി തരാം. ആ ഭാഗത്തൊക്കെ ഉള്ള ഒരാളെ ബന്ധപ്പെടുത്തി തരാം. ശരി ശരി. ആ. കുഴപ്പമില്ല. ഉം, ഉം, വിളിച്ചാൽ ഒരാളെ വിട്ട് ഉം. തച്ച് ഇത് കണക്ക് ചെയ്യുന്നയാള്, ക്ഷേത്ര കണക്ക് ചെയ്യുന്നയാള്, ആ ഭാഗത്തുള്ള ആളുണ്ട്. നമുക്ക് വേണേ വിട്ടുതരാം, കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഒരാളെയാണ് നമ്മൾ വിളിച്ച് ഇവിടെ ഒന്ന് കാണിച്ച് കണക്കൊക്കെ ഉണ്ടാക്കണം. ആദ്യം ഉം, സ്ഥാനമൊക്കെ നിർണ്ണയിക്കണം. ഉം. ഇതെല്ലാം എന്നിട്ട് തന്ത്രി നമ്മുടെ തന്ത്രിദേവം ഉണ്ടല്ലോ, തന്ത്രിദേവും പിന്നെ വാസുദേവൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂരി വന്ന് ബാലാലയ പ്രതിഷ്ഠ ചെയ്തു തരും. ബാലാലയ പ്രതിഷ്ഠ ചെയ്തു തരും, ബാലാലയത്തിലേക്ക് ആക്കും. എന്നിട്ടാണ് നമ്മള് അല്ല അതിപ്പം ബാലാലയത്തിലാണ്. ബാലാലയത്തിൽ നമ്മൾ പെർമനന്റ് വെക്കുന്ന സ്ഥലത്തോട്ടല്ലേ മാറ്റുന്നത്? സ്ഥലത്തോട്ടാണ് അതെ അതെ അതെ. ബാലാലയം പെർമനന്റ് ആയിട്ട് വെക്കുന്ന സ്ഥലത്തോട്ട് തറ തീർത്ത് ശിലാബിംബത്തിൽ നാഗരാജാവ്, നാഗയക്ഷി, നല്ല വെട്ടുകല്ല് കൊണ്ട് തീർത്ത ചിത്രകൂടത്തിൽ അകല സർപ്പങ്ങളെയും കുടിയിരുത്തുക എന്നുള്ളതാണ്. അത് ആ നല്ല എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ബാലാലയത്തിൽ നിന്നും കൂടി സങ്കല്പിച്ച് ആവാഹിച്ച് ചെയ്യാന്നുള്ളത് അത് തന്ത്രി വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. തന്ത്രി എങ്ങനെ ചെയ്യണം എന്നുള്ളത് എഴുതിയിരിക്കുന്നതാണ്. തന്ത്രിയായിട്ട് കാണിച്ചാൽ മതി. നമ്മള് തച്ചുശാസ്ത്ര അറിയാവുന്ന ഒരാളെ ആദ്യം വിളിച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ ചിത്രകൂടങ്ങളുടെ കണക്കും അതിന്റെ പരിധിയും ബിംബങ്ങളുടെ കണക്കൊക്കെ നോക്കും. ബിംബങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ ബിംബങ്ങളൊക്കെ എടുക്കുക, പിന്നെ അതിനുള്ള തറയുടെ കണക്കൊക്കെ നോക്കും. തറയുടെ കണക്കൊക്കെ ഉണ്ടാക്കി അതെല്ലാം പണിത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രതിഷ്ഠ അങ്ങോട്ട് നടത്തുന്നത്, അങ്ങോട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ അത് ഒരു സ്ഥപതിയെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ഈ ആദ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ശരി ശരി. ക്ലിയർ ആയി, സന്തോഷം. പിന്നെ അടുത്ത പേജില് ഉണ്ടോ? പിന്നെ ഇതിന് തെക്കുപടിഞ്ഞാറായ അതിർത്തിയോട് ചേർന്ന് ഒരു തറയിൽ കരിനാഗത്തെ പുതിയ വെട്ടുകല്ല് ചിത്രകൂടത്തിൽ, അതും വെട്ടുകല്ല് ചിത്രകൂടം അപ്പം 2 വേണ്ടി വരും. അപ്പം കരുനാഗത്തെ ഇരുത്തുക എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ അതിന്റെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊരു തറയിൽ ഇന്ന് കാണുന്ന ഉപാധി സർപ്പങ്ങൾ എന്ന സങ്കല്പത്തിലും യഥാവിധി കുടിയിരുത്തി വ്യവസ്ഥ ചെയ്ത് ആചരിച്ചു പോരുക. അതും സർപ്പങ്ങളുടെ അതെല്ലാം കൂടെ അത് ചെയ്തോളൂ. അവരെല്ലാം ഇതിനകത്തുണ്ടല്ലോ. ഇവിടെ സർപ്പവിധിയും പായസവും അഷ്ടനാഗ പൂജയും വേണം. അത് നമ്മൾ ഒഴിവിലൊന്ന് കണ്ടിട്ടുണ്ട്. ഈ ഇതായിട്ട് പ്രതിഷ്ഠയോട് കൂടി അവിടെ സർപ്പബലി, അഷ്ടനാഗ പൂജയും പായസവും ഒക്കെ എഴുതിയിട്ടുണ്ട്. തന്ത്രിയൊക്കെ ചെയ്യേണ്ട കാര്യം. പരിഹാര സമയത്ത് സർപ്പനാശ സ്ഥാനനാശാദി അഖില ദുരിദോഷങ്ങളെ സർപ്പദമ്പതി പ്രതിമ 11 മുട്ട ചെമ്പു പുറ്റ സഹിതം ആവാഹിച്ചു വേർപെടുത്തി വഴിപാടുകൾ സഹിതം ആമേട മംഗലം സർപ്പക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഇത് എറണാകുളത്താണല്ലേ? എറണാകുളത്താണ്. അതെല്ലാം നമ്മൾ പ്രതിവിധികളായിട്ട് പരിഹാരക്രിയകൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ളത്. ശരി ശരി. പരിഹാരക്രിയകൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള, അതായത് നമ്മളിപ്പം പുനഃസ്ഥാപനം ചെയ്യുന്ന സമയത്തിന് അതിന്റെ കൂട്ടത്തിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വാസുദേവൻ നമ്പൂതിരി അഡ്വൈസ് ചെയ്യും. അക്കോർഡിംഗ് പുള്ളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതെ, അത് ഈ പുനഃപ്രതിഷ്ഠ നിശ്ചയിച്ചാൽ അതിന്റെ ആദ്യ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് പിന്നെ അതൊക്കെ പറഞ്ഞു തരും. പിന്നെ 2 കുടി സർപ്പസങ്കേതം ആയി തെക്ക് 2ലും പ്രത്യേകം സംരക്ഷണ മതിൽ വേണം. 2ലും ഇടയ്ക്ക് കൂടി കടന്നു കയറാൻ വഴി പാടില്ല. അതായത് അത് പിന്നെ സ്ഥപതി നോക്കിയിട്ടേ അദ്ദേഹത്തിന് ചെയ്യേണ്ട രീതി അതിന് വരച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ മതി. അതായത് ഞാൻ 2 ഇമേജ് അയച്ചു തരാം. അതായത് ആദ്യം ഈ 2 സ്ഥലത്തായിരുന്നല്ലോ ഇത്. അപ്പം കഴിഞ്ഞ അതായത് ഏപ്രിൽ വാസുദേവൻ നമ്പൂതിരി വന്ന് പരിഹാര പൂജ ഈ മഞ്ചാടി വീണ് കഴിഞ്ഞപ്പം പരിഹാര പൂജയ്ക്ക് വന്നപ്പോഴായിരുന്നു പുള്ളി പറഞ്ഞത് ഈ 2 സ്ഥലത്ത് ഇതുവരെ സങ്കല്പിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ഥലത്ത് നാഗരാജാവും പിന്നെ നാഗയക്ഷിയാണെന്നാണ്.
പക്ഷേ ഈ മഞ്ചാടി വീണെടുത്ത് പുള്ളി വന്ന് പറഞ്ഞത് അന്നേരം, അതായത് നാഗരാജനും നാഗയക്ഷി ഒന്നിലാണ്, എന്നിട്ട് മറ്റേടത്ത് കരുനാഗയക്ഷിയുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇപ്പം അങ്ങോട്ടാണ് മാറ്റി അത് ബാലാലത്തിൽ സൈഡിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പം ഇപ്പോഴത്തെ ഡ്രോയിങ്ങിനകത്ത് 3 കാണിക്കുന്നുണ്ട്. പിന്നെ അന്ന് പ്രശ്നം വെക്കുന്ന അന്ന് പുരുഷോത്തമൻ നമ്പൂതിരി വന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒരു പുതിയ പോയിന്റ് അതെനിക്ക് മനസ്സിലായില്ല. നമ്മൾ അവിടെ നിന്ന് വർത്താനം പറയുമ്പോഴേ, അതായത് പുള്ളി ചിത്രകൂടത്തിന്റെ കാര്യം എന്തോ പറഞ്ഞ്. പിന്നെ ഇപ്പൊ ഈ ഡ്രോയിങ്ങിനകത്ത് കാണുന്നത് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സ്ക്വയറിനകത്ത് 2 ഉണ്ട്. അപ്പൊ അതാണ് ഫൈനൽ സ്ട്രക്ചർ. ഈ റൈറ്റ് സൈഡിലുള്ളത് ഇല്ലല്ലേ? 3 വരുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളൊരു സർപ്പപ്രതിഷ്ഠ ചെയ്യുമ്പോ സാമാന്യമായിട്ട് നാഗരാജാവും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചാൽ അതിന്റെ നടുക്കൊരു ചിത്രകൂടം അഖില സർപ്പങ്ങൾക്കായിട്ട് ഉണ്ടാവും. അതതിന്റെ സമ്പ്രദായമാണ്. അപ്പൊ അതിനാണ് ചിത്രകൂടം. അപ്പൊ ഈ ഡ്രോ ചെയ്തിരിക്കുന്ന പോലത്തെ സ്ട്രക്ചർ ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ? ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് അത് 3 വരുന്നത്. ശരി ശരി ശരി. അപ്പൊ ഈ ലെഫ്റ്റിൽ 2 ലെഫ്റ്റിൽ 2 ഒന്ന് നമ്മുടെ കരുനാഗയക്ഷിയും അവിടുത്തെ ചൈതന്യങ്ങളും എല്ലാം കൂടി അഖില സർപ്പങ്ങളും എല്ലാം കൂടി അതിന് ഒരു ചിത്രകൂടക്കല്ല് ഉണ്ട്. കരുനാഗയക്ഷിക്ക് അപ്പൊ തന്നെ ബിംബം ഉണ്ടല്ലോ, ആ ബിംബം തന്നെ ആയിരിക്കും പ്രതിഷ്ഠിക്കുക. ഓ ശരി ശരി ശരി. ചിത്രകൂടായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ 2 ചിത്രകൂടം വരും ഫലത്തില്. ശരി ശരി ശരി. ഓക്കെ. അതിന്റെ താഴെ വല്ലതുണ്ടോ റിലവന്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കിയിട്ട്? അതിലിപ്പം സർപ്പക്കാവിനകത്ത് നിലം കോൺക്രീറ്റ് ചെയ്യരുത്, മണ്ണ് മതി. സർപ്പക്കാവിനകത്ത്. പക്ഷെ നമ്മൾ ഈ 3 ഇപ്പൊ ഈ 2+3 അത് വെക്കുന്ന എക്സാക്ട് സ്ഥലത്ത് കുറച്ച് പൊക്കി വെക്കണമല്ലോ. ഇപ്പം അത് താഴെയാണ് ഇരിക്കുന്നത്. ഈ ഫ്ലഡിങ് ഉള്ള അത് മാത്രം കുറച്ച് പൊക്കി വെക്കല്ലോ. അപ്പൊ അതിന് കോൺക്രീറ്റ് വെക്കണമല്ലോ. അത് നമ്മളിപ്പോ അതിനകത്തൊക്കെ കാര്യം പറയുന്നത്. ഇപ്പം തറപണിയൊക്കെ ഇപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടായിരിക്കും. തറപണിത് കഴിഞ്ഞിട്ട് ഇടയിൽ വരുന്ന സ്പേസ് ഉണ്ടല്ലോ, മതിലിന്റെ അകത്ത് അതായത് ഫ്ലോറിങ്, അതായത് ടൈൽ ഇടരുതെന്ന്. അതെ അതെ, അവിടെ നമ്മൾ നന്നായിട്ട് തന്നെ ഇടണം. പക്ഷേ വശത്ത് ചെറിയ ലൈൻ ഇട്ടേക്കുന്നുണ്ടോ, ഓരോ ലൈൻ ഇട്ട് വരുന്ന ഒരു കോളം കാണാം. അവിടെ ആ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സൗകര്യത്തിന് മുകളിൽ മേയാം. സർപ്പത്തറയിലേക്ക് മേച്ചിൽ വരരുത്. അത് അത്രയും ഒരു ഭാഗം, ആ ലൈൻ ഇട്ടിരിക്കുന്ന അത്രയും ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാം. തറ മുകളിലേക്ക് നമുക്ക് ഈ നമ്മള് ഒരു മറയുണ്ടാക്കാം. എന്ന് വെച്ചാല് നനയാതെ നിൽക്കാനും ഒക്കെ ആയിട്ട് ഉള്ളൊരു നമ്മള് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടേ മേഞ്ഞെടുക്കാം. ഷീറ്റൊക്കെ ഇട്ട് എടുക്കാം. അത് അത്രയും ഭാഗം മാത്രമേ ആകാവുള്ളൂ, അകത്തേക്ക് വരരുത്. ആ ലൈൻ ഇട്ടേക്കുന്ന അത്രയും ഭാഗം മാത്രമേ ആകാവൂ. അത് നമുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിൽക്കാനും തൊഴാൻ വരുന്നവർക്ക് നിൽക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. അത്രേ ഉള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഉള്ളത് അപ്പൊ ആ പേജ് ആയി അല്ലേ? അതെ. അപ്പൊ ഇനി 25-ാം പേജ് 9-ാം പോയിന്റ്. 9-ാം പോയിന്റ് അറയിലെ ആചരണങ്ങൾ സുഗമമായി കൂട്ടായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സർപ്പപ്രതിഷ്ഠാ സമയത്തും മേലിൽ വാർഷികമായും സർപ്പക്കാവിന് പുറത്തായി കർമ്മീമുഖമായി പാരമ്പര്യ പിതൃക്കൾ സങ്കല്പത്തിലും പാരമ്പര്യ കളരി ദേവതകൾക്കും അറയിലെ പാരമ്പര്യ സങ്കല്പം ഭുവനേശ്വരി ആയും സങ്കല്പിച്ച് പ്രത്യേകം നെയ്വിളക്ക് വെച്ച് എല്ലാവർക്കും നന്നായി തേൻ ചേർത്ത ത്രിമധുരവും കരിക്കും വെച്ച് കുടുംബക്കാർ നാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ അറ എന്ന് പറയുന്ന ആ ഭാഗം, ആ സ്ഥാപനം നിങ്ങളുടെ ആചരണങ്ങളൊക്കെ മേലിൽ നടത്താൻ വിട്ടുകിട്ടിയില്ലെങ്കിൽ എന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ
കൂട്ടായിട്ട് ഇതെല്ലാം അറയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവരനുവദിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണത്. അതായത് ഇപ്പം ആരുടെ കയ്യിലാണോ അവരുടെ കോപ്പറേഷൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ് സർപ്പപ്രതിഷ്ഠ. സമയത്തും മേലില് സർപ്പപ്രതിഷ്ഠ എന്തായാലും ചെയ്യാൻ പറ്റുമല്ലോ, ബുദ്ധിമുട്ടില്ല. അറയിലെ ആചരണങ്ങൾ ആ അറയിൽ പോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സർപ്പക്കാവിന്റെ മുമ്പിലായിട്ട് കർമ്മി കാണിച്ചു തരുന്ന ആ ഭാഗത്ത് ഈ ആചരണങ്ങളൊക്കെ ചെയ്യാം. അതിന് പ്രത്യേകം നെയ്വിളക്ക് വെച്ച് ചെയ്തിട്ട് കരിക്ക് തേൻ ചേർത്ത് നിവേദിക്കുക മുതലായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, തന്ത്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെയും ചെയ്യാം. ഒരു അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ അവര് സമ്മതിക്കുന്നില്ലെങ്കിലത്തെ കാര്യമാണ്. സമ്മതിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റില് ഇതുവരെ ആയല്ലേ, പിന്നെ ലാസ്റ്റില് 3 ലൈനുണ്ട്. കൈവശഭൂമിയിലെ എല്ലാ സർപ്പസാന്നിധ്യങ്ങളെയും പറഞ്ഞ പ്രകാരം ഇന്നത്തെ സർപ്പക്കാവിലേക്ക് ലയിപ്പിക്കണം. അതായത് നമ്മുടെ ഭൂമി അധികം ഉണ്ടല്ലോ അവിടെ, അതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഒക്കെ സർപ്പചൈതന്യങ്ങൾ ഉണ്ടല്ലോ. മുൻപ് കിഴക്ക് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ലല്ലോ, ഇതൊക്കെ നഷ്ടമില്ലേ. അപ്പൊ അങ്ങനെ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട സർപ്പചൈതന്യങ്ങളെ അഖിലവും നമ്മൾ ഒരു സ്ഥലത്തേക്ക് ആക്കണം. അതായത് ഇപ്പം കുളവും കാവിന്റെയും കാര്യമാണോ പറയുന്നത്? ഇതിപ്പോ തന്ത്രിയോട് ചോദിച്ചാൽ മതിയല്ലോ. അതായത് ഇപ്പം ഈ സർപ്പക്കാവ് സെപ്പറേറ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിയുമ്പം മറ്റേ പെരയുടെ ലൈൻ ക്ലിയർ ആകും. പക്ഷെ ഈ കുളവും കാവും മറ്റേ സൈഡിലോട്ട് ആകും അത്. അപ്പൊ അതിന് പരിഹാരം, അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് തന്ത്രിയോട് ചോദിക്കേണ്ടി വരും അല്ലേ? വേറൊരു കാര്യം ഞാനിപ്പോ പറയാം, ഒരു സെക്കൻഡ് കേട്ടോ. കുടിക്കാൻ കൊടുക്കാം. ഒരു ഗ്ലാസ് കൊണ്ടുവരുവേ. സമയമാണോ? കുഴപ്പമില്ല. അപ്പം 25-ാം പേജിലെ ലാസ്റ്റ് പോയിന്റ് ആയി നമ്മള് മറ്റേ ഇതിന്റെ. പിന്നെ 10-ാമത്തെ പോയിന്റ് കുടുംബ കൂട്ടായ്മ ഉണ്ടാകുന്ന മുറയ്ക്ക് അറയും പുരയും നന്നായി സംരക്ഷിച്ച് സർപ്പപൂജകളുടെ തലേ ദിവസം വൈകിട്ട് ഭക്തിശ്രദ്ധാ പുരസ്സരം ഐക്യമത്യത്തോടെ തറയുടെ മുമ്പിൽ പ്രത്യേകം ഒരു നെയ്വിളക്ക് വെച്ചിട്ട് നാമം ജപിച്ച് നമസ്കരിച്ച് വിധിപ്രകാരം തറയിലെ തയ്യാറാക്കിയ പലഹാരങ്ങൾ ചുട്ട അട, പുഴുങ്ങിയ അട, ഉഴുന്നുവട, വറപൊടി, നെയ്യിൽ തയ്യാറാക്കിയ ഉണ്ണിയപ്പം, നന്നായി തേൻ ചേർത്ത ത്രിമധുരം, കരിക്ക്, വെറ്റില, അടയ്ക്ക, പ്രത്യേകം ഒരു നെയ്വിളക്ക് കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് പുറനട അപ്പൂപ്പനും മറ്റ് കുടുംബ പിതൃക്കൾക്കും പാരമ്പര്യ കളരി ദേവതകൾക്കും അറയിലെ പാരമ്പര്യ ആചാര സങ്കല്പം ഭുവനേശ്വരിയും ബന്ധപ്പെട്ട ദേവതകളും ഇങ്ങനെ സങ്കല്പിച്ചു വെച്ച് കിഴക്കോട്ട് മുഖമായി മുൻപറഞ്ഞ നിവേദ്യാദികൾ
മൂന്ന് വിളക്കിനും സങ്കല്പിച്ച് സമർപ്പിച്ച് കുറച്ചു മാറി നിന്ന് തയ്യാറാക്കിയ നൈവേദ്യങ്ങളുടെ കുറച്ചു ഭാഗം മുറ്റത്തിന്റെ പുറത്ത് ഒരു ഇലയിൽ വെച്ച് ശേഷം വെക്കുന്നയാൾ കൈകാൽ കഴുകി എല്ലാവരും ആദ്യം വെച്ച വിളക്കുകളുടെ സമീപത്ത് ചെന്ന് എല്ലാവരും കുറച്ചു നേരം നാമം ജപിച്ച് സാധിക്കുന്നുവെങ്കിൽ സഹസ്രനാമം ജപിച്ച് 3 വിളക്കുകൾക്കും സാധിച്ചാൽ അപ്പൂപ്പൻ അറപ്പുരയ്ക്കും കൂടി നാമം ജപിച്ച് പ്രദക്ഷിണാദികൾ ചെയ്ത് സർവാപരാധം പ്രാർത്ഥിച്ച് 3 വിളക്കുകൾക്കും സങ്കല്പം ചെയ്ത് നമസ്കരിച്ച് നിവേദ്യം സ്വീകരിക്കാം. അപ്പൊ അത്രയും വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നാമത് നമ്മുടെ കുടുംബ കൂട്ടായ്മ നന്നായിരുന്നെങ്കിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം അറയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ പരസ്പരം ബുദ്ധിമുട്ടൊന്നും ഇല്ല, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പോകുന്നെങ്കിൽ ചെയ്യേണ്ട വിധാനത്തെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ആ സമയത്ത് നിങ്ങളെ പറഞ്ഞു തന്ന് ചെയ്യിക്കുന്നതായിരിക്കും ഈ വിഷയങ്ങളൊക്കെ. കാരണം ഇത്രയും നിങ്ങൾക്ക് ഓർത്തിരുന്ന് ചെയ്യാൻ പറ്റില്ല. അതിപ്പോ തന്ത്രി വായിച്ചു മനസ്സിലാക്കിയിട്ട് ആ അറയുടെ മുമ്പിൽ ചെയ്യേണ്ട വിധാനങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവിടെ 3 വിളക്ക് വെച്ച് നെയ്വിളക്ക് വെച്ച് നമ്മള് ഈ പറഞ്ഞ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി അടയൊക്കെ നമ്മളിതിലെ കുടുംബത്തിലെ ആളുകൾ തന്നെ ഭക്തി പുരസ്സരം അതൊക്കെ ഉണ്ടാക്കി ഈ വിളക്കിന് മുമ്പിൽ വെച്ചിട്ട് കുറച്ചു നേരം അവിടുന്ന് മാറി നിൽക്കണം. ഇത് അയില പൂജയുടെ ദിവസം തന്നെയാണോ? അതെ. അത് ഒന്നിച്ച് ചെയ്യുന്നതാണെങ്കിൽ ആ ദിവസം തന്നെ മതി. ആ ദിവസം വൈകുന്നേരം ചെയ്യേണ്ട കാര്യമാണ് ഇത്. ആയില്യ പൂജയൊക്കെ രാവിലെ നടക്കും. ഇത് വൈകുന്നേരം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് സഹസ്രനാമങ്ങളൊക്കെ ജപിച്ച് അവിടെ ഇരുന്ന് അതുപോലെ ആ അരയ്ക്ക് ചുറ്റും പ്രദർശനം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് അപരാധങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ആ ആചരണങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങളിപ്പോ ഓർത്തിരിക്കണമെന്നില്ല, അതെല്ലാം തന്ത്രി പറഞ്ഞ് നിങ്ങളെ ശരിയാക്കി ചെയ്യിച്ചോളൂ. അതിനൊരു ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കാര്യമാണ് പുരുഷോത്തമൻ നമ്പൂതിരി പറഞ്ഞത്. അതായത് നമുക്ക് അവിടെ കോട്ടയത്ത് തന്നെ ഉള്ള ആരെങ്കിലും തന്ത്രിയെ വിളിച്ചിട്ട് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാനായിട്ട് അല്ലേ? അത് വരുന്ന ആള് വായിച്ചു നോക്കിയിട്ട് നിങ്ങളെ അത് വേണ്ടതുപോലെ ചെയ്യിപ്പിക്കും. മനസ്സിലായി. അതിപ്പോ നമ്മളിങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ളതില്ല. ശരി, പ്രശ്നമില്ല. ശരി. അപ്പൊ നമ്മൾ 27-ാം പേജിലായി. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് പേജ്. സെക്കൻഡ് ലാസ്റ്റ് പേജാണ് 27 എന്ന് പറയുന്നത് അല്ലേ? 28-ാം പേജ്. കാല അനുകൂലമായാൽ കുടുംബ കൂട്ടായ്മ ഉണ്ടാക്കി പിതൃവിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊള്ളണം. ഈ നമ്മളിപ്പോഴേ ഈ പിതൃക്കളുടെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആചരണങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആചരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് ചെയ്യേണ്ടതാണ്. ഈ പിതൃക്കളെയൊക്കെ ഗതി വരുത്തുന്ന ക്രിയകളൊക്കെ തന്ത്രിയുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് എല്ലാവരും കൂടി കൂടാൻ പറ്റുന്ന സമയമൊക്കെ ആലോചിച്ച് അതൊക്കെ ചെയ്തു കൊള്ളണം എന്നൊക്കെ ഉള്ളതാണ്. കുടുംബ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും അവരവരുടെ പിതൃക്കൾക്ക് ആചാരപ്രകാരമുള്ള ശ്രാദ്ധാദികൾ യഥാകാലം ചെയ്യണം. അതായത് നമ്മളിപ്പോ ശ്രാദ്ധം എല്ലാ വർഷവും ചെയ്യുമല്ലോ പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ കുടുംബ കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരവരുടെ പിതൃക്കൾക്ക് അവരവര് ചെയ്തു കൊള്ളണം. മനസ്സിലാകുന്നുണ്ടോ? അത് അതെ. അതായത് ഞാൻ അന്നേരം പുരുഷോത്തമൻ നമ്പൂതിരി ഈ പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കർക്കിടവാവിന് മറ്റേ ആ ബലിയിടുന്ന ദിവസത്തെ പോയി ബലിയിടും. അപ്പോൾ പുള്ളി പറഞ്ഞ് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വീട്ടിൽ തന്നെ ചെയ്താൽ മതിയെന്ന്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമുണ്ടോ അതായത് ചെയ്യേണ്ടതായിട്ട്? ഞങ്ങളിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, പുള്ളി മെന്റലി റിട്ടയർഡ്, പുള്ളി മരിച്ചുപോയി കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ഞങ്ങൾ അന്നദാനം ചെയ്യുന്നത്.
അപ്പം അത് കൂടാതെ എന്തെങ്കിലും അങ്ങനെ സന്തോഷമായി, അതായത് ചെയ്യാൻ പറ്റിയതായിട്ടുണ്ടോ ഡേറ്റിലോ നാളിലോ ആണെന്ന് പുള്ളി പറഞ്ഞത്? അതെന്താന്ന് വെച്ചാല് ഈ കർക്കിടക വാവിന്റെ ബലി എന്ന് പറയുന്നത് ഏകോദിഷ്ടമല്ല. എന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. അത് നമ്മുടെ ഈ പിതൃക്കളാകുന്ന ലോകത്തിലെ, അതായത് ഈ ഇഹലോകത്തിലെ സകല ചൈതന്യങ്ങൾക്കും, അതിനകത്ത് വൃക്ഷങ്ങളുടെ ചൈതന്യങ്ങൾക്കും മൃഗങ്ങളുടെ ചൈതന്യങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ മാതൃപിതൃ വംശത്തിലെ, നമ്മുടെ കൂടത്തില് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മിത്രാണി, സഖ്യാഹ അതെ നമ്മുടെ കൂടെയുള്ളവരുടെ സഖ്യാഹ, പശവച്ച നാൽക്കാലികളുടെ, വൃക്ഷങ്ങളുടെ, അങ്ങനെ ദൃഷ്ടാച്ച നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ബന്ധമുള്ള ആളുകളുടെ ഒക്കെ സകല പിതൃക്കൾക്കും വേണ്ടി ചെയ്യുന്നതാണ് കർക്കിടക വാവിന്റെ ബലി. അത് എല്ലാ മനുഷ്യരും ചെയ്തിരിക്കേണ്ടതാണ്. അത് ശിവരാത്രിക്കും ചെയ്യും, തുലാമാസത്തിലെ കർത്തവാവിനും ചെയ്യും, കർക്കിടക വാവിനും ചെയ്യും. ഈ 3 സമയങ്ങളില് മനുഷ്യരൊക്കെ അത് ചെയ്തിരിക്കണം. മറ്റത് ഏകോദിഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ പ്രത്യേകം മരിച്ചു പോയിരിക്കുന്ന അവരവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അവരെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ശ്രാദ്ധങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അവരവരുടെ ആണ്ട് വരുമ്പം ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഇങ്ങനെ ബലിയിടാനായിട്ട് ബലിയിട്ട് ചെയ്യണോ, അതോ അങ്ങനെ വീട്ടില് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് അങ്ങനെ, അല്ലെങ്കിൽ ഈ ശ്രാദ്ധ ബലിയിടുന്ന ആളുകളുണ്ട്, അവരെ വിളിച്ചിട്ട് നമ്മള് ബലിയിടിക്കാം. നമ്മളെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ചേർന്ന് ഒരു ദിവസത്തിൽ ഒന്നിച്ച് ഈ കുടുംബ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവരവരുടേതായ പിതൃക്കൾക്ക് പ്രത്യേകം ചെയ്തു കൊള്ളണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി ലാസ്റ്റ് പേജായി 29. ലാസ്റ്റ് പേജ് പിന്നെ ഇങ്ങനെ കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്കും സദ്ഫലാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നോക്കിക്കണ്ട ഒഴിവ് രാശി ധനുരാശി വരികയാൽ ശുഭമെന്ന് കാണുന്നു. അതിപ്പോ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭാവി എല്ലാവിധ ഐശ്വര്യവും നന്മയും നമുക്ക് ഉണ്ടാകുമോ എന്ന് നോക്കിയതാണ്. നോക്കിയപ്പോ ധനുരാശി 7 വ്യാഴം പ്രസാദിച്ച രാശി കിട്ടി. അത് നല്ലതാണ്. കൊണ്ട് മേലിൽ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ എല്ലാ നന്മകളും ഉണ്ടാവും എന്നുള്ളത് ഇരിക്കുന്നതാണ്. അങ്ങനെ ധനുരാശി എന്ന് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ പ്രശ്നം വെച്ച ദൈവജ്ഞന്മാരുടെ പേര് 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് 3 ലൈനുണ്ട്. 3 ലൈന് സർപ്പക്കാവിന് ദോഷങ്ങൾ വരാത്ത വിധം തച്ചുശാസ്ത്ര വിധി പ്രകാരം സമീപം ഗൃഹങ്ങൾ നിർമ്മിച്ച് താമസിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ സർപ്പക്കാവൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാല് ഒരു തച്ചുശാസ്ത്രം, അതായത് ഈ കണക്കൊക്കെ തരുന്ന ആളുണ്ടല്ലോ നമ്മൾ ഏർപ്പെടുത്തുന്നത്, നിർദ്ദേശപ്രകാരം സമീപത്ത് പിന്നെ വീടുകൾ വെച്ച് നമുക്ക് താമസിക്കാവുന്നതാണ്. ഇത് വലിയ ഭൂമിയല്ലേ, പല ആളുകളുടെ അല്ലേ. അപ്പൊ പിന്നീട് അവിടെ താമസിക്കണം, വീട് വെക്കണം എന്നുണ്ടെങ്കില് ഒരു കണക്കൊക്കെ നോക്കി സ്ഥാനമൊക്കെ നിർമ്മിച്ച് വീടൊക്കെ വെച്ച് താമസിക്കാൻ വിരോധമില്ല എന്നൊന്നും എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ സർപ്പക്കാവ് വെച്ചെന്ന് വിചാരിച്ചിട്ട് ആർക്കും താമസിക്കാനൊന്നും കൊള്ളത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട, ബോധ്യപ്പെടാനൊന്നും എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഈ അറയും പുരയും ഉള്ള വീട്ടിൽ താമസിക്കാവും. അറയും പുരയുള്ള വീടൊക്കെ താമസിക്കുന്ന വീടാണ് അതൊക്കെ. അതെ, അതൊക്കെ താമസിക്കാനുള്ളതാണ്. താമസിക്കുന്ന വീട്ടിൽ തന്നെയാണല്ലോ നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ശരി, താമസിക്കേണ്ടതാണ്. താമസിക്കുന്ന ഈ അറയും പുരയുള്ള വീട്ടില് നമ്മള് താമസിക്കുന്ന വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ അറയും പുരയത്. ഇപ്പൊ താമസിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കുറെ കാലമായി, 30 കൊല്ലം 40 കൊല്ലത്തോളായി. അതവിടെ താമസിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ. നമ്മളിപ്പോ അത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ താമസിക്കുന്നതിനും കുഴപ്പമില്ല. പണ്ട് താമസിച്ചുകൊണ്ടിരുന്നതല്ലേ. അതെ. പിന്നെ ഇപ്പോഴും
താമസിക്കാം. അല്ലെങ്കിൽ അറിയുമ്പോഴേ താമസിക്കുന്നിടത്ത് ചെയ്യുന്ന സേവയാണിത്. ഗൃഹസംബന്ധ ദേവതയാണ്, ഗൃഹത്തില് ഉള്ള ദേവതയാണത്, നമ്മള് താമസിക്കുന്ന വീട്ടിനകത്തുള്ള ദേവതയാണത്. അപ്പൊ നിലവരെ സംരക്ഷിക്കുന്നത് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉള്ള ലോജിക്കൽ കാര്യമാണ് അതൊക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ശരി സന്തോഷ്, താങ്ക് യു വെരി മച്ച്. ആൻഡ് വൈഫിന്റെ മറ്റേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സുഖമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല? വീട്ടിലുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം എത്രയായാലും ഇത്ര സമയം തന്നതിന് വളരെ വളരെ നന്ദി. ഞാനിപ്പം പിന്നെ എന്തെങ്കിലും ചെറിയ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു വോയിസ് നോട്ട് ഇട്ടേക്കാം. ഇനി അടുത്തെങ്ങാനും വല്ല പരിപാടി ഉണ്ടോ നാളെ മറ്റന്നാളൊക്കെ? ഇന്നലെ ഇടുക്കിയിലായിരുന്നു, രാത്രിയിലാണ്. അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ജിപേ നമ്പർ ഇത് തന്നെയാണോ? അല്ല, അതൊന്നും വേണ്ട. അല്ല, കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. എന്തെങ്കിലും. നെക്സ്റ്റ് ടൈം വരുമ്പം ഏതായാലും മീറ്റ് ചെയ്യാം.